ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് വിസ്മയ എന്നാണ്. ഞാൻ PG കംപ്ലീറ്റഡ് ആണ്, MCOM ഫിനാൻസ്. അപ്പോൾ എൻ്റെ ഈ ഒരു അക്കാദമിക് ജേണിയിൽ അല്ലെങ്കിൽ കൊമേഴ്സ് ജേണിയിൽ ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേണി എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് +1 തൊട്ടാണ്. +1 നമ്മൾ എന്താ പറയുക, 10th കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ +1 സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. സ്റ്റാറ്റി ചൂസ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ചിട്ട് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്റ്റാറ്റിനെ പറ്റിയിട്ട് വലിയ ധാരണയും ഉണ്ടായിരുന്നില്ല. കൊമേഴ്സിനെ പറ്റിയിട്ട് തന്നെ ധാരണ ഉണ്ടായിരുന്നില്ല. നമ്മൾ അതുവരെ 10th വരെ പഠിച്ചതിൽ നിന്നും വ്യത്യാസമുള്ള ഒരു സ്ട്രീമാണല്ലോ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റി ചൂസ് ചെയ്യുന്നു. എൻ്റെ ബ്രദർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു കൊമേഴ്സ്. അപ്പോൾ അതൊരു വെറൈറ്റി പിടിക്കാലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സ്റ്റാറ്റി ചൂസ് ചെയ്തത്. അപ്പോൾ സ്റ്റാറ്റിയിൽ നമ്മൾ ജോയിൻ ആവുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു എൻ്റെ അക്കാദമിക് ജേണിയിൽ ഞാൻ അന്ന് സ്റ്റാറ്റി ചൂസ് ചെയ്തത് കൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഡിഗ്രിക്കായിക്കോട്ടെ PGക്കായിക്കോട്ടെ പഠിക്കുന്ന സബ്ജക്റ്റുകളിലൊക്കെ സ്റ്റാറ്റി അത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ +1 സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. ആ +1 പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ആ ഒരു പീരീഡിൽ നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. പ്രോബ്ലം ഒക്കെ ചെയ്തിട്ട് ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, അതിൽ മാത്സ് ഇൻവോൾവ് ആകുന്നതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും മാത്സിനോടുള്ള ഒരു പേടി സ്റ്റാറ്റിയും പേടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. സ്റ്റാറ്റീൻ്റെ ക്ലാസ് പീരീഡ് എത്തുമ്പോൾ സ്റ്റാറ്റി എന്നുള്ള ഒരു അപ്രോച്ചുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു സ്റ്റാറ്റീനോട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിയെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ, ബേസിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സ്റ്റാറ്റി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാറ്റിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 100%ഉം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം തെറ്റിപ്പോയാൽ അങ്ങനെ മാർക്ക് ലോ ആവാനുള്ള ചാൻസും ഇതിലുണ്ട്. മാത്സ് പോലെ തന്നെ ചെറിയൊരു കണക്ക് തെറ്റിയാൽ ബാക്കി മുഴുവനായിട്ട് തെറ്റാനുള്ള ചാൻസും ഉണ്ട്. അതേസമയം നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാനുള്ള, തിയറി പേപ്പർ പോലെയല്ലല്ലോ, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസും ഇതിലുണ്ട്. അപ്പോൾ ഇതിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നല്ല രസമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് ഇത് ഒരുമിച്ച് ഇഷ്ടപ്പെട്ട് പഠിക്കാം. ഞാൻ സാവധാനം ഇതിൻ്റെ കോൺസെപ്റ്റും ബേസിക്കും ഒക്കെ അടുത്ത വീഡിയോസിലൂടെ ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇതിനെ കൊണ്ട് യൂസ്ഫുൾ ആവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള +1 സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും ബേസിക്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.